കർത്താവിനെ ദൂഷിതമായ നാമമായി കൊണ്ടുപോകാനാകട്ടെ. വേദിയിലായിരിക്കുന്ന ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ദേവദാസനാണെങ്കിലും ഞാൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ കൂടി സ്നേഹിക്കുന്ന പ്രവേശിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ ചർച്ചിന്റെ വളർച്ചയുടെ ആരംഭം മുതൽ ദാസനോട് തോൾ ചേർന്ന് നിൽക്കുവാൻ എനിക്ക് ഈ കർത്താവിൽ അവസരം നൽകിയിട്ടുണ്ട്. ഞാൻ ഒത്തിരി അഭിഷിക്തന്മാരെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം അഭിഷിക്തന്മാരെ പലരും കേവലം അഭിഷിക്തന്മാർക്ക് കഴിയുന്നതിനും പരിധി വിട്ട് ഒരുപാട് ഞങ്ങളെ വളർത്തിയൊരു അഭിഷിക്തനാണ്. ഞങ്ങൾ എവിടെയും പറയും, ഏത് ചർച്ച് വളർത്തുന്നതിനെ കാട്ടി ഹോളി സ്പിരിറ്റ് ഫെലോഷിപ്പിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ മടിപ്പാസ് ഞങ്ങൾ ഒരുപാട് വളർത്തിക്കൊണ്ട് ആലലുയ ഞങ്ങൾ എവിടെയും പറയും. ആലലുയ വന്ന വഴി മറക്കുന്നവൻ യഥാർത്ഥ ശുശ്രൂഷകനല്ല. അല്ലേ പാസ്? എനിക്കറിയാം ദൈവദാസനോളം അനുഭവിച്ച അതിന്റെ ഏകദേശം ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് ഒരുമിച്ച് ചില പൗലോസിനെ ശീലാസിനെ ഒരുമിച്ച് നിർത്തുന്നെങ്കിൽ ചില കാരാഗ്രഹങ്ങളെ പൊളിക്കാൻ ദേശത്തിലെ കാരാഗ്രഹങ്ങളെ പൊളിക്കാൻ ചിലതിനെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് പരിശുദ്ധ പ്രാരംഭത്തിൽ പറയുന്നു. ഈ ഒറ്റയ്ക്ക് തുടങ്ങിയല്ല, നിന്നോട് ചേർന്ന് നിൽക്കാൻ ഇതിനകത്ത് ചിലരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. സഭയെ നീ ധൈര്യത്തോടെ എഴുന്നേറ്റോ. നിനക്ക് എഴുന്നേൽക്കുന്ന ചിലതിനെ ആത്മാവിൽ കരം വെച്ച് അപ്പോയിന്റ് ചെയ്യാം. ഞാൻ നിന്റെ ഒരു അഭിഷേകത്തോടെ ഈ കാലഘട്ടത്തിൽ നിർത്തിയിരിക്കുകയാണ്. ഒത്തിരി സ്നേഹിക്കുകയും ഞങ്ങൾ എന്റെ കുഞ്ഞുങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയാണെങ്കിൽ ചില ദേവദാസൻ പറഞ്ഞതുപോലെ ഏകദേശം 1 വർഷത്തോളമായി ഞാനിവിടെ കടന്നു വന്നിട്ട് നടക്കണമെന്നല്ല. ദേവദാസൻ അറിയാം, എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. ഭയങ്കരമായ ഒരു ആക്സിഡന്റ് ആയിരുന്നു. ദേവദാസനോട് ഷെയർ ചെയ്തു. 6 മണിക്കട താഴെ ഞങ്ങൾ രാത്രി ഒരു മീറ്റിങ്ങിന് പോയി മടങ്ങി വരുന്ന വഴിക്ക് സാവധാനം വരികയായിരുന്നു. ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് വന്ന കാറ് നിറയെ തൊഴിലാളികളായിരുന്നു. അവർ മദ്യവും മയക്കുമരുന്ന് ഉപയോഗിച്ച് വാഹനത്തിന് സ്പീഡിൽ വരികയായിരുന്നു. അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഞങ്ങളെ എതിർവശം ഞങ്ങളെ വാഹനം തിരിച്ച് തെറിപ്പിക്കുകയുണ്ടായി. വാഹനം കംപ്ലീറ്റ് നശിച്ചു. പക്ഷേ ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, ഞങ്ങൾ സഞ്ചരിച്ച വാഹനം പൂർണ്ണമായി നശിച്ചു. അതിനാൽ ഞങ്ങൾ 4 പേർക്ക് ഒരു കേടും കൂടാതെ ദൈവത്തിൽ ഒരു വാക്കുണ്ട്, അവൻ കണ്ണിൻ മണി പോലെ സൂക്ഷിക്കുന്ന കർത്താവ്. നിന്റെ തലയിൽ ഒരു തലമുടി 4 തലയിൽ വീഴണമെങ്കിൽ അവൻ അറിയാതെ ദുഷ്ടനെ തകർത്ത് കളിയാൻ നോക്കുമ്പോ, ദുഷ്ടനെ അസ്തമിപ്പിക്കുമ്പോ നിനക്ക് ജന്മം നൽകി യേശു പറയുക, അവൻ അവസാനിക്കത്തില്ല. വഴിമധ്യേ വെച്ച് അവസാനിപ്പിക്കാൻ പിശാച് പദ്ധതിയിട്ടു. പക്ഷെ വാഗ്ദത്തം അവസാനിക്കാത്തത് കൊണ്ട് ഞങ്ങളെ ജനിപ്പിച്ച ഒരു അപ്പനറിയാം, ഇവൻ വഴി കൊണ്ട് തീരേണ്ടവനല്ല, എവിടെയെങ്കിലും കൊണ്ട് അവസാനിപ്പിക്കേണ്ടവനല്ല ഇവൻ. വീണ്ടും കൂടെ ശത്രു നിന്നെ കുറിച്ച് നീ അവസാനിച്ചു പോയി എന്ന് പറയുമ്പോൾ യേശു നിന്നെ കുറിച്ച് പറയുന്നില്ല. അവസാനിച്ചു പോയെടുക്കുന്നത് ഒരു പുതിയ അധ്യായത്തെ തുറക്കാം. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്ന യേശു അവരോട് ദൂത് പറയാം. നിന്റെ തലമുറ നെട്ടോട്ടം ഓടുമെന്ന് പല ശബ്ദം നിന്റെ ചെവിയിൽ കേട്ടതാണ്. നിന്റെ തലമുറ ഗതി പിടിക്കാതെ ആകുമെന്ന് നിന്റെ കണ്ണുകൊണ്ട് നീ കാണുമെന്ന് പലരും നിന്നെ നോക്കി പറഞ്ഞു. ഇന്ന് പറഞ്ഞ പലർക്കും നിന്റെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. പറഞ്ഞ പലർക്കും നിന്റെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. അവരുടെ തലമുറകളെ ഓർത്ത് അവർ കഴിയുക. എനിക്കറിയില്ല ശരിയാണോ എനിക്കറിയില്ല. പറയാ, നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞവർ അവരുടെ തലമുറകളെ ഓർത്ത് കഴിയുമ്പോ നിന്റെ തലമുറകളെ ദൈവത്തെ സ്തുതിക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ ആരാധിക്കും എന്റെ ദൈവത്തിന്റെ പേര് ജീവനുള്ള ദൈവം. 23-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, മാതാവേ എന്റെ ശത്രുക്കൾ കാണുകയും, അഭിഷേകത്തിന്റെ വായികളെ തുറന്ന് പറ, അവൻ എന്റെ ശത്രുക്കൾ കാണുകയും നീ എനിക്ക് വീഴ്ന്നൊരുക്കുന്നു എന്റെ തലയെ. അങ്ങനെ ഇനി ആര് വായി തുറന്നാലും ആര് ശമിച്ചാലും ഏത് മന്ത്രവാദി നിന്നെ
ഇല്ല. ഞാൻ പരിശുദ്ധമായി നിർബന്ധിക്കുന്നു, ഏത് മന്ത്രവാദി കെട്ടിയാലും ഭയപ്പെടരുത്, ഏകത്തില്ല. ഏതൊരുത്തി വീട്ടിലെ മുമ്പിൽ എഴുന്നേറ്റ് പ്രാണിയാണ് ഒരു സ്ത്രീ തലയെ കൈവച്ചു ശാപിക്കുന്ന പോലെ കഴിയുന്നില്ല. ഒരു സ്ത്രീ തലയിലെ കൈവച്ചിട്ട് മുടിഞ്ഞു പോകും. പരിശുദ്ധൻ അവരോട് പറയുന്നു, അവർ കാണുകയും ആ പട്ടണത്തിൽ ആ പ്രദേശത്ത് നിന്റെ തലയെ ഞാൻ ആദരിക്കാൻ പോവുകയാണെന്ന് യേശുവിന്റെ നാമത്തിൽ നിന്റെ കണ്ട ഇസ്രായേലിനെ നീ ഒരു നാളെ കാണുന്നില്ല എന്ന് പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ നിങ്ങൾ ദൂരമാക്കിയില്ല. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക, കുടുങ്ങി പോകരുത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ശുശ്രൂഷിക്കാൻ കഴിയുന്നില്ല, ഭയങ്കരമായിട്ട് കരയാൻ പോകുന്നത്. അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഈ ദൈവ മനുഷ്യന് ചുറ്റും ഭയങ്കര തീകോണ കഥകൾ കാണാം. അങ്ങനെ കാണിക്കുന്നു. ഒരു മിനിറ്റ് ശ്രദ്ധിക്കാമോ? ഒരു മിനിറ്റ് ശ്രദ്ധിക്കാമോ? എന്താ തീയുടെ പ്രത്യേകത? ഒരു തീയുടെ അടുത്ത് നമ്മൾ കൈ കൊണ്ട് പോകും, എന്തുകൊണ്ടാ? പൊളും. അഭിഷിക്ത ഈ ഉപവാസം നീ തീരുമാനിച്ചല്ല, നിന്നെ നിർത്തിയതാ. നിന്നോട് അടുക്കാൻ കഴിയാത്ത ചിലരോട് പറയും, തീയോട് തൊട്ടാൽ പൊള്ളുന്നത് പോലെ. ഇന്നലെ വരെ പലരും നിന്നെ തോൽപ്പിച്ചു. പക്ഷേ ഈ ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ നിനക്കെതിരെ ചില വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കും. നിനക്കെതിരെ ശബ്ദം ഉയർത്തുന്ന ചില വാക്കുകൾ, നിനക്കെതിരെ ഭീതിപ്പെടുത്തുന്ന ചില ശബ്ദങ്ങൾ ഞാൻ അവസാനിപ്പിക്കുമെന്ന് പരിശുദ്ധ വീണ്ടും പരിശുദ്ധ പറയുന്നു, നീ എന്നാ കാണിക്കാണ് ഇവിടെ ആരാധന തുടങ്ങിയത്? ഇത്രയും വലിയ ചർച്ചകൾ, ഇത്രയും വലിയ ആൾക്കാർ ഇവിടെ ഉള്ളപ്പോ, ലോകമറിയ ആൾക്കാർ ഇവിടെ ഉള്ളപ്പോ ഞാനിവരായ നീ എന്തിനാ ഇവിടെ വേണ്ടിയിട്ട് പല ചോദ്യം. പക്ഷെ പരിശുദ്ധം എന്നോട് പറയുന്നു, അവർ ചെയ്യുന്നതിനും അപ്പുറമായി ചില ചെയ്യാം. പരിശുദ്ധം പറയുന്നു, പല സ്ഥലങ്ങളിലും ആത്മാക്കൾ നിന്നെ തേടി വരും. ശ്രദ്ധിച്ചേ, എന്നെ ദൈവദാസൻ ശുശ്രൂഷിക്കാൻ വിളിച്ചത് കൊണ്ട് ഞാൻ വായി തോന്നിയത് പറയുമല്ല. ആ ദൈവദാസനെ ആത്മാവിൽ ആത്മാവുള്ളവരെ ആത്മാവ് അറിയാം. പറ, ഞാൻ ചുമ്മാതെ വായി തോന്നി പറയുമല്ല. എന്നോട് പരിശുദ്ധമായി പറയുന്നു, ചെറിയ കിലോമീറ്ററുകളല്ല, 10-14 കിലോമീറ്ററുകൾക്കുള്ളിൽ നിന്ന് ജനം ഇവിടെ കടന്നു വരാൻ പോവുകയാണെന്ന് പരിശുദ്ധനോട് ആലോചന കൈമാറുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ഒരു ചെറിയ വ്യക്തിയെ കേട്ടോ, ഈ ഒരു ചെറിയ വ്യക്തിയെ കേട്ടോ, നിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് എന്തെന്ന് ഈ ലോകം തിരിച്ചറിയാൻ പോകുക, ഈ പട്ടണം തിരിച്ചറിയാൻ പോകുക. നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകം എന്തെന്ന് ഈ അടുത്തുള്ള പട്ടണം അറിയാൻ പോകുകയാണെന്ന് ഈ ചുറ്റുപാടുകൾ തിരിച്ചറിയാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ അവന്റെ ദേവദാസൻ പറഞ്ഞതുപോലെ അവന്റെ ആത്മാവുള്ളവൻ, അവന്റെ ആത്മാവുള്ളവൻ അവനുള്ളവനാണെങ്കിൽ അവന്റെ ആത്മാവിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മളുള്ളത് വെളിപ്പെടും. അവൻ എന്തൊക്കെ ഈ ഭൂമിയിൽ ചെയ്തോ അതേ ആത്മാവാണ് നമ്മളിൽ കഥ തന്നിട്ടുണ്ടെങ്കിൽ ഈ പട്ടണത്തിൽ എത്ര കൊടികൊമ്പൻ ഉണ്ടെങ്കിലും അവന്റെ ആത്മാവാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ജനത്തിന്റെ ജീവൻ വെപ്പിക്കാൻ ദൈവത്തിനെ എഴുന്നേൽപ്പിച്ചിരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിലോട്ട് കയറാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവ് ഒരു വലിയ മഹത്വം തോന്നിപ്പിക്കുകയാണ്. ദൈവത്തിന് ഹിതമുള്ളവരെ മാത്രം വന്നിട്ടോ, ദൈവ നിയമമുള്ളവരാണ് എത്തിയിട്ടുണ്ട്. പലരും ചവിട്ടിത്താക്കിന്റെ കൂടെ ആഘോഷിക്കാൻ പോകുമ്പോ നമ്മൾ ചവിട്ടിത്താക്കന്റെ കൂടെയല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവരെ ആരാധിക്കാനാണ് പലരും പാതാളത്തിൽ പോയവരെ ആഘോഷിക്കുമ്പോ നമ്മൾ മരിച്ചിട്ട് ഉയരത്തിൽ പോയവരെ
രാത്രി 11:45 ശേഷം ഞങ്ങളുടെ സഞ്ചരിക്കുന്ന വാഹനത്തിലേക്ക് മറ്റൊരു വാഹനം വീട്ടായിട്ട് എത്തിയുള്ളൂ. ഞങ്ങൾ വാഹനം പൂർണ്ണമായും നശിച്ചു. രാത്രി ആയതുകൊണ്ട് ആരും ഓടിക്കൂടാനില്ലായിരുന്നു. പക്ഷെ വലിയ സൗണ്ട് കേട്ടിയപ്പോൾ അവിടുന്ന് തൊട്ടപ്പുറത്ത് CSI തട്ടുണ്ടായിരുന്നു. CSI തട്ടിന് കൂടി ആൾക്കാർ വന്നു. ഞങ്ങൾ വേഗം ആംബുലൻസ് വിളിച്ചു. എനിക്ക് വാഹനം ഞാൻ ഓടിച്ചു പോകുമ്പോൾ എന്റെ നേരെ ഒരു ലൈറ്റ് വരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ അതോട് ലൈറ്റിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയാൻ വയ്യ. എന്റെ കൂടെ അന്ന് ആക്സിഡന്റിന്റെ കാറ് സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. രണ്ടാമത്തെ വ്യക്തിയാണ് ഒരാളും കൂടെ ഉണ്ട്. എന്ന് വന്നില്ല. ഹല്ലേലൂയ. ഞങ്ങൾ 4 പേര് സഞ്ചരിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാനും പ്രിയത്തിനുമാണ് ഫ്രണ്ട് ചെയ്യുന്നത്. ഞാൻ ആ വാഹനം ഓടിച്ച് എന്റെ വശത്ത് നിന്ന് ശക്തമായി ഒരു ലൈറ്റ് പാടി കയറി വരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എന്ത് സംഭവിച്ചത് എനിക്കറിയില്ല. എന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറെ പുറകൾ മാത്രമേ കണ്ടു. ഞാൻ തന്നെ ഡോർ തുറന്ന് ഞാൻ നടക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് നടക്കാൻ കഴിയില്ല. എനിക്ക് മനസ്സിലാക്കി എന്റെ കാലിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഉടനെ ഞാൻ അവിടെ നിന്ന് കിടന്നു. കാലിക്ക് വിളമ്പെടുത്ത് തരുന്നുണ്ട്. പിന്നെ ഞാൻ കാണുന്നത് ആംബുലൻസിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. എനിക്ക് ചുറ്റും വരുന്നത് അതിഭാരകമായി കഴിയുന്ന എന്റെ സമവിശ്വാസികളെ ഞാൻ കാണുന്നത്. എല്ലാവരും പ്രതീക്ഷിക്കും അത് തീർന്നു. കാരണം ശ്വാസം എടുക്കാൻ കഴിയാതെ മരണത്തോട് മണ്ണിടിക്കുന്നതാണ് എന്റെ കൂടെ ആംബുലൻസ് യാത്ര ചെയ്യുന്നവരാണ് കണ്ടത്. അവർ ഭയപ്പെടാൻ തുടങ്ങി. വീട്ടിലുള്ളത് ആരോടും അവർ പറഞ്ഞില്ല എന്താ സംഭവിച്ചത്. വീട്ടിലുള്ളത് എന്താ വീട്ടിൽ പോയിട്ട് ഇത്ര നേരം അവർ പറയുന്നില്ല. അവരാരും പേടിച്ചിരിക്കുകയാണ്. ആരോടും പറഞ്ഞത് ഇത്രയും വലിയ കാര്യമാണ്. കുഞ്ഞ് അവന് മാത്രമേ അവൻ നന്നായിട്ട് ഇത്രയുണ്ട്. പക്ഷെ അവൻ ആരോഗ്യ ഫോൺ എടുത്തിട്ട് അവൻ വിളിക്കാൻ തുടങ്ങി. പപ്പ ഓടി പോയ ആക്സിഡന്റ് സംഭവിച്ചു എന്ന്. അങ്ങനെ ഓടിക്കൂടി ഞങ്ങൾ പെട്ടെന്ന് LMS കൂടി ഇവരെല്ലാം ആശുപത്രി കൊണ്ടുപോയി അവരെ വിളിച്ചു. എന്നെ അവിടെ കൊണ്ടുതരുമ്പോൾ ഇവരെ ഇവിടെ എടുക്കുന്നില്ല. പെട്ടെന്ന് കോഴിക്കോട് കൊണ്ടുപോകാൻ പറഞ്ഞു. അതേ ആംബുലൻസിൽ വേഗത്തിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി എന്നെ ശ്വാസനിയമങ്ങളിലേക്ക് ഇവിടെ നന്നായിട്ട് സ്റ്റീരിംഗ് വിളിച്ചതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയന്നു. പക്ഷേ അവിടെ കൊണ്ടുതരുന്ന ഡോക്ടർമാരെ വേഗത്തിൽ ട്രീറ്റ് ചെയ്തു. എനിക്ക് എന്നെ വിഷമിപ്പിച്ച ഏറ്റവും വലിയ കാഴ്ച ശബ്ദം ഇവരൊന്നും ഇപ്പോഴൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഇവൻ ഇപ്പോഴൊന്നും നടക്കത്തില്ല. കുറെ നാൾ ബെഡ് റെസ്റ്റ് എടുക്കണം പറഞ്ഞു. ഇതെന്റെ മനസ്സിന് ഭയങ്കരമായ വേദന ഉണ്ടാക്കി. ഹല്ലേലൂയ. എന്റെ കാലിൽ പോയി നമുക്കറിയാം 3 സ്ക്രൂ എന്റെ കാലിൽ പോയി കിടക്കുന്നുണ്ട്. പൊട്ടനായിട്ട് പോയി ഈ കാലിൽ സ്ക്രൂ ഇട്ടപ്പോഴും ഇതുപോലെ ഞാൻ ചാടി കാരണം ജീവൻ മടക്കി തന്നെങ്കിൽ ഒരു കാലം തന്നെ ആരാധിക്കുന്ന കുഴപ്പം. കഷ്ടപ്പെട്ട് പോയ സ്ഥാനത്ത് വഴി പ്രാണ നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് ഈ കാലം കൊണ്ട് ആരാധിക്കാൻ എന്ത് കുഴപ്പമാണ് ഞാനെങ്ങനെ സഹിക്കും. അല്ലേ പക്ഷേ മരിച്ചു പോകേണ്ട എന്നെ, ഒരു ആക്സിഡന്റിലൂടെ മരണപ്പെട്ടു പോകേണ്ട എന്നെ ജീവനിലേക്ക് മടക്കി തന്നെങ്കിൽ ആരാധിച്ച കാല് പോകണമെങ്കിൽ പോട്ടെ കഴിയും. അങ്ങനെ പോകുന്ന ദൈവമല്ല. ഒരു കാലം പോയാൽ പുതിയത് സൃഷ്ടിക്കാൻ കഴിയുന്നതായിരുന്നു. തിരുവചനത്തിൽ പറയുന്നു ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കാം എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് വിശ്വസിക്കുക. നിന്റെ കുടുംബത്തിനകത്ത് മരിച്ച ചില വിഷയങ്ങൾ, അസ്തമിച്ച ചില വിഷയങ്ങൾ മരിച്ചുപോയി. ഒരു പുതിയ ജീവൻ, ഒരു പുതിയ ജീവൻ ഇന്ന് 4ാമത്തെ പകൽ ദൈവം നിങ്ങളെ പറയുക. ദേവദാസൻ പറഞ്ഞ ദൂതിലോട് കണക്ട് ചെയ്യുക. 4ാം ദിവസം എന്തുവാ? മരിച്ച നാട്ടം വെച്ചതിനെ ജീവൻ വെപ്പിച്ചു. അങ്ങനെ ഇന്ന് പകൽ ഞാൻ ചിലതിനെ നോക്കി ആത്മാവിൽ പ്രവർത്തിക്കുക. നിന്റെ മരിച്ച ചില വിഷയങ്ങൾ യേശുവിന്റെ നാമം മരിച്ച ചില വിഷയങ്ങളെ ഒരു ജീവൻ വെളിപ്പെടുത്താം. എന്നോടാണ് വിശ്വസിക്കുന്നുണ്ട്. മരിച്ചുപോയി ഇനി ഒരു നിർവഹിപ്പില്ല, ഇനി ഒരു വികസിപ്പില്ലാതെ പറയുമോ ദൈവം നിലനിർത്തി പറയുക പുതിയ സൃഷ്ടിക്കാൻ. എന്റെ സാക്ഷ്യം കൂടി ഞാനിവിടെ നിന്നാൽ എനിക്ക് വചനം തൊടാൻ പറ്റത്തില്ല. കുഴപ്പമില്ല. ദേവദാസൻ പറഞ്ഞു വൈകുന്നേരം നീക്കണം. അങ്ങനെയെങ്കിൽ ഇങ്ങനെയൊക്കെ പോട്ടെ. ബാക്കി വൈകുന്നേരം പറ്റുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ആക്സിഡന്റിൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. എന്നെ അകത്ത് റൂമിലേക്ക് കയറി ക്ലീൻ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇവിടെ 6 പേരെ കൊടുവുണ്ട്, ഇവിടെ 6 പേരെ കൊടുവുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. ഈ കുഞ്ഞിന്റെ ഈ ഭാഗത്താണ് മുറിവുണ്ടായിരുന്നു. അവന് ഇപ്പോഴും അതിന് ബുദ്ധിമുട്ടുകളുണ്ട്. അവന് മുറിവുണ്ട്. പക്ഷെ ആ വെച്ചോണ്ട് അവൻ ചാടി ആരാധിക്കുന്നു. അവൻ
ദൈവം തൊട്ടാൽ ഏത് രോഗവും മാറും. ആരാധിച്ച സൗഖ്യമുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന യൗവനക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് ദൈവത്തിൽ ആരാധിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും സൗഖ്യമുണ്ട്. ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ വരുമ്പോ ഓപ്പറേഷൻ അപ്പൊ ഞാൻ ഇടയ്ക്ക് ഭയങ്കര തമാശ പറയുന്നതാണ്. എന്നെ പീഡിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞു. മുറുക്ക് കിട്ടുന്നത് എന്നെ അടുത്ത് കൊണ്ടുപോകുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ. അപ്പോഴെ ഞാൻ അത് തമാശ പറഞ്ഞതല്ല, കാര്യവും. എവിടെ ഓപ്പറേഷൻ ചെയ്ത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ മോഹം കഴിച്ച് ഓപ്പറേഷൻ ചെയ്ത് ഒരു ദിവസം ഞാൻ ICU കിടന്നു. പിറ്റേ ദിവസം പുറത്തിറപ്പിലാണ് എന്റെ കാലിൽ ഹോസ്പിറ്റലിൽ പോകുന്നത്. അതുവരെ ഞാൻ അറിഞ്ഞില്ല. ഡോക്ടർ പറഞ്ഞു ഏകദേശം 3-4 മാസത്തോളം വീട്ടിൽ കിടന്നേ പറ്റുള്ളൂ. ഞാൻ നിങ്ങളോട് വേഗത്തിൽ കൈമാറാം. 3 മാസം ഈ രോഗം എന്നോട് പറഞ്ഞപ്പോ 1 മാസമായപ്പോ നിങ്ങൾ എഴുന്നേൽപ്പിച്ചു. എനിക്കൊക്കെ സന്തോഷമുള്ളോ? ലോകത്തിന്റെ റിപ്പോർട്ടിൽ ഇവൻ ഇപ്പോഴേ എഴുന്നേൽക്കത്തില്ല, ഇവൻ ഇപ്പോഴേ പ്രവർത്തികളില്ല എന്ന് പറഞ്ഞപ്പോ 1 മാസത്തിനുള്ളിൽ പുറത്തു കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾക്ക് വിഷയത്തിൽ വേഗം ചെയ്യാം, വേഗത്തിൽ ചെയ്യാം. വിശ്വസ്തനായ ഒരു മാസമായപ്പോ എനിക്ക് ഏകദേശം എത്രയും മാസമായി രാത്രി കിടക്കാൻ പറ്റുന്നില്ല. ഈ വേദന കാരണം ഡോക്ടർ പറഞ്ഞത് 2 തലങ്ങളിൽ പ്രവേശിച്ചിട്ട് അപ്പുറത്തോട്ട് തിരിയില്ല. കാരണം ഇവിടെ സ്നോ ഉണ്ട്, ഇവിടെ ഇത്രയും തീരെ മൂലമുണ്ട്. അത്രയും കമ്പിയിട്ടാണ്, അത്രയും ദൈവം ചെയ്ത കാര്യങ്ങൾ നിങ്ങളോട് അറിയാം. ഇത്രയും നീളത്തിൽ കമ്പിയിട്ടാൽ എന്റെ ഭാവി പോകും. ഇത്രയും വലിയ കമ്പിയിട്ടാൽ എന്റെ ഭാവി, എനിക്ക് കുടുംബം എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്റെ ഭാവി പോകും. ഡോക്ടർമാരെ പറഞ്ഞു ഇവൻ യൗവനക്കാരനായതുകൊണ്ട് നോക്കാം, ഈ മുറിവ് ഉണങ്ങിയാലേ ഇവനിവിടെ കമ്പിയിടാൻ പറ്റത്തുള്ളൂ. ദൈവം ചില മുറിവ് ഉണ്ടാക്കുന്നത് നല്ലതല്ല. നമ്മൾ മുറിവ് ഉണ്ടാക്കാൻ കണ്ടാലേ എന്തിനാണ് എനിക്ക് ഇത്ര വലിയ മുറിവ് തന്നെ? അത് ഹൃദയത്തിന്റെ മുറിവായാലും കേട്ടോ ഇത് കേറി വന്നപ്പോ ഞാനൊക്കെ മുറിവൊന്നും കേട്ടെടുത്തോണം. ചില മുറിവൊക്കെ വരുമ്പോ ദൈവത്തോട് മുറിവ് കേൾക്കേണ്ട വേണ്ടി. ചില മുറിവ് തരുന്നത് നല്ലതില്ല. എത്ര വട്ടം ഇത് മുറിവ് പറയാൻ പറ്റുമോ? എഴുതി നിൽക്കാൻ പറ്റുമോ? ഇഷ്ടംപോലെ ഈ മുറിവ് ഇവിടെ ആളുകളിൽ മുറിവുണ്ട്. ചിന്തിക്കുന്നു. അപ്പൊ ഡോക്ടർമാരെ പറഞ്ഞു ഈ മുറിവ് ഉണങ്ങി കഴിഞ്ഞാല് കമ്പിയിടാൻ പറ്റും. അതുവരെ ഇതിനകത്ത് എന്തെങ്കിലും ഓക്കെ ആവുകയാണെങ്കിൽ കമ്പിയിടാൻ പറ്റും. ഞാൻ പറഞ്ഞത് ചില മുറിവുകൾ ദൈവം ഉണ്ടാക്കുന്നത് അതിനകത്ത് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ആ മുറിവ് ഉണങ്ങാൻ ഏകദേശം നല്ല സമയമെടുത്ത് ഓരോ ആഴ്ചയിലും ചെല്ലണം. എന്റെ വീട്ടിൽ വന്ന് കണ്ടാൽ 2 ചെടി ഒരാൾക്ക് പോകുന്ന വഴിയൊരു ഗ്യാപ്പുണ്ട്. ആ ഉള്ളിലോട്ട് സർട്ടിഫിക്കറ്റ് ആ വഴിയിലൂടെ എന്റെ പ്രിയ കുഞ്ഞുങ്ങളാണ് എന്നെ സ്ട്രക്ചറിനകത്ത് കിടത്തി 2ാമത്തെ നിലയിൽ കൊണ്ടുപോകണം. 2ാമത്തെ നിലയിൽ എന്റെ സഹോദരങ്ങളാണ് എന്നെ കുക്കി ഞാൻ കിടക്കുക എന്റെ സ്ട്രക്ചർ കുക്കി കൊണ്ടുപോകണം. എല്ലാ ആഴ്ചയിലും ഡോക്ടറിനെ കാണാൻ കൊണ്ടുപോകണം. ഒരുപാട് എന്നെ ആത്മാർത്ഥത്തിന്റെ സഹോദരങ്ങളല്ല, വ്യക്തബന്ധത്തിൽ തരാൻ കഴിയുന്ന ഡോക്ടറുമായ സ്നേഹമാണ് സഹോദരനെ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്നെ കുളിപ്പിക്കുന്ന സഹോദരങ്ങളാണ്. അതിന് മകനില്ല. എന്റെ ബാത്റൂമിൽ കൊണ്ടുപോകുന്ന സഹോദരങ്ങളാണ്. എന്റെ സ്വന്തം ജനിച്ച സഹോദരങ്ങൾ ചെയ്തത് പോലെ എനിക്ക് എന്റെ കൂടെ ഉള്ള ആത്മീയ മിത്രങ്ങൾ ചെയ്തത്. ഒരിക്കലും ഒരു ബാത്റൂമിലൊന്നും കൊണ്ടുപോകാനോ അത് ഫ്രഷാക്കാനോ ഒന്നും നമ്മുടെ കൂടെ ആരാധിക്കാൻ പറ്റുന്നത് എല്ലാവർക്കും ആവശ്യമുണ്ടാകുന്നില്ല. എല്ലാവർക്കും ആവശ്യമുണ്ടാകുന്നില്ല. പക്ഷെ ഞാൻ പറയാതെ എന്നെ തോടി തോന്നുന്നു നടക്കും. അതെ, നിങ്ങൾ വിചാരിക്കുമ്പോൾ പാടാനും ആരാധിക്കാനും മാത്രം അല്ല, എന്റെ ഏക താമസത്തിലും എന്റെ കൂടെ നിൽക്കുന്ന എന്റെ സഹോദരങ്ങൾ അവസാനിക്കുമെന്ന് അറിയത്തില്ല. നമ്മുടെ വിഷമത്തിൽ, നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ കൂടെ സന്തോഷിക്കാൻ കുറെ പേരുണ്ടാവും. നമുക്ക് പണമുള്ളപ്പോ സന്തോഷിക്കാൻ പലരും ഉണ്ടാവും. നമ്മുടെ വിഷമം ഉണ്ടാകുമ്പോ കഷ്ടം
ഞാനൊരു ദൂത് പറയാം. എന്നോട് ഈ ആവശ്യത്തെ പറഞ്ഞൊരു ദൂത്, ഈ ആക്സിഡന്റ് സംഭവിക്കുന്നതിന് മുമ്പ് ഈ ആവശ്യത്തെ എന്നോട് പറഞ്ഞൊരു ദൂതുണ്ട്. ഞാനിവിടെ വസിക്കുന്നത് പാസ്റ്റർമാണെന്ന് എനിക്കറിയില്ല. ഇതിനെ പ്രാർത്ഥിച്ചോളാം. കുറെ ആപ്പിൾ കൂട്ടത്തെ ദൈവനെ കാണിക്കുന്നു. അതിന്റെ ആപ്പിൾ, ഒരു ആപ്പിളിന്റെ മേളിൽ ഒരു ആപ്പിൾ ഇരിക്കുന്ന ഒരു ആപ്പിളിനകത്ത് പുഴു കയറുന്നു. ഈ പുഴുള്ള ആപ്പിളിനെ നീക്കം ചെയ്തില്ലെങ്കിൽ ഈ പുഴുള്ള ആപ്പിൾ ബാക്കിയുള്ള ആപ്പിളിനെ ഓർമ്മ മറന്നുപോയി. ബാക്കിയുള്ള ആപ്പിളിനെ കൂടെ, നല്ല ആപ്പിളിനെ കൂടെ നമ്മളോട് പറയട്ടെ, ഈ ആക്സിഡന്റിലൂടെ നല്ലതേതാ ചീത്തേതാന്ന് മാസ്റ്റർ മനസ്സിലാക്കാൻ കഴിയും. കൂടെ കൂടുന്നത് എല്ലാം നല്ലതല്ല. കൂടെ കൂടുന്നത് എല്ലാത്തിനും നല്ലതെന്നും കൂടെ ഇരിക്കരുത്. അഭിഷേകത്തിനറിയാം, ഞാൻ പേരൊന്നും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ കൂടെ ശുശ്രൂഷിക്കാൻ ഞാൻ പറഞ്ഞത്, ഞാൻ പല വേദികളും കൊണ്ടുപോയത്, പല വേദികളിൽ അവസരം കൊടുത്തത്. ആക്സിഡന്റിന് സമയമായപ്പോൾ ഇവൻ എന്തോ വലിയ മാരക പാപം ചെയ്തുകൊണ്ട് ഇവൻ വന്നെന്ന് പറഞ്ഞ് മാറി നിന്ന് എന്നെ പരിഹസിച്ച് എന്നെ തച്ചിന് ഇറങ്ങിപ്പോയി. എന്റെ പുറത്തുള്ള വേദനയെക്കാട്ടി വലിയ വേദന വാക്കുകളുടെ വേദനയായിരുന്നു. കാലിൽ സ്റ്റിച്ചുള്ളപ്പോഴും അതിന്റെ വേദന എനിക്ക് ഓക്കെയായിരുന്നു. കാലിൽ വലിയ പൊട്ടലുള്ളപ്പോഴും അതിന്റെ വേദന ഞാൻ മെഡിസിൻ ഉപയോഗിച്ചോ വേദന സംഭാഷണം ഉപയോഗിച്ചോ ഒക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഞാൻ ചങ്ക് കൊടുത്ത് സ്നേഹിച്ച ഒരുമിച്ച് നിന്ന കൂട്ടു ശുശ്രൂഷകന്മാരുടെ കയ്യിൽ നിന്നുള്ള വാക്കുകൾ എന്റെ ഹൃദയത്തെ ആഴമായി വേദനിപ്പിക്കാതിരിക്കുന്നു. അതിനെ കെട്ടുവാൻ എനിക്ക് ഒരു വാക്കുകളുമില്ലായിരുന്നു. പക്ഷേ ആ മനുഷ്യന്റെ വാക്കുകൾ കേറി വന്നപ്പോ എന്റെ ഹൃദയത്തെ കെട്ടിയത് ഒന്നേ ഉള്ളൂ, അത് ദൈവത്തിന്റെ വചനമാണ്. മനുഷ്യന് നമ്മുടെ വിഷയത്തിൽ ഇറങ്ങി വരാൻ പരിധിയുണ്ടാക്കി. മനുഷ്യന് നമ്മുടെ വിഷയത്തിൽ ഇറങ്ങി വരാൻ പരിധിയുണ്ടല്ലോ. പക്ഷെ ഞാനും ആരാധിക്കുന്ന ദൈവത്തിന് അവന് പരിധിയില്ല, അവന് പരിമിതിയില്ല. ഇല്ലാതെ പാരിൽ ഭാരം നിരാശയ നീറുമേലും ആരും സഹായം ഇല്ലാതെ പാരിൽ ഭാരം നിരാശയ ചിലരോട് ആത്മാവി ദൂര് പറഞ്ഞ പാട്ടല്ല വാക്കുകളാ. കണ്ണൂരി ദൂരപ്പാ ചിലരോട് ആത്മാവി ദൂര് പറയുന്നു. കണ്ണൂരി ദൂരപ്പാ ഒരു വിഷമത്തിന് ഇട്ടുപോയപ്പോ ഒരു മാനസിക രോഗിയെ പോലെ അകന്ന മേഖലയിൽ ഇന്ന് നമ്മുടെ പരിശുദ്ധ പറയുന്നു. ഭയങ്കര ആത്മാവിന്റെ ടച്ച് ഇതിനെ സംഭവിക്കുകയാണ്. നിന്റെ ഹൃദയത്തിന്റെ മുറിവില് പരിശുദ്ധം കെട്ടുകയാണ്. വാക്കുകൾ കൊണ്ട് മുറിവിച്ചത്, വാക്കുകൾ കൊണ്ട് മുറിവേറ്റത് ഇന്നത്തെ പരിശുദ്ധങ്ങൾ അവനെ മണ്ണ് കെട്ടുക, അവനെ തൊഴുക, അവനെ സാന്നിധ്യത്തിൽ കണ്ണൂരി ദൂരപ്പാ അല്ല ആരുമില്ല എന്നെ ശുലാദനെ എന്നാശ്രതിയെ എന്നാളും
നീ മതിയേ എന്നേശുനാഥനേ എന്നാശ്രതിയേ എന്നാലും നീ മതിയേ ഉറ്റവ സ്നേഹം അറ്റുപോയാലും ഏറ്റവും പ്രിയ വിട്ടു മാറിയാലും ചിലരോട് പരിശുദ്ധമായി സംസാരിക്കുക ഉറ്റവ സ്നേഹം